ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക്. കുറേ നാൾക്ക് ശേഷമാട്ടോ ഒരു ലോങ് വീഡിയോ ഇടുന്നത്. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രിവാൻഡ്രത്തോട്ട് ഞങ്ങളെ കാണാനായിട്ട് കെവിൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളെ കാണാൻ വന്നതൊന്നും അല്ല, അവൻ്റെ കയ്യിലിരിക്കുന്ന ഐറ്റം കണ്ടപ്പോൾ മനസ്സിലായില്ലേ, ഫുഡ് അതാണല്ലോ മെയിൻ. അവനും ഞങ്ങൾക്കും. അവൻ മട്ടൻ മന്തി കഴിക്കാനാണ് ട്രിവാൻഡ്രത്തോട്ട് എത്തിയത്. അങ്ങനെ ട്രിവാൻഡ്രത്ത് മട്ടൻ മന്തി കിട്ടുന്ന സ്ഥലമൊക്കെ തപ്പി ഇറങ്ങിയതാണ്. കഴക്കൂട്ടം വരെ പോകാനുണ്ടായിരുന്നത് കൊണ്ട് കഴക്കൂട്ടത്തെ സംസമിലാണ് കയറിയത്. കഴക്കൂട്ടത്ത് സംസമിൻ്റെ ഒരു പ്രീമിയം അടിപൊളി റെസ്റ്റോറൻറ്റ് അവിടെ ഉണ്ടെന്ന് അറിഞ്ഞത് തന്നെ അന്നാണ്. എന്തായാലും കറക്റ്റ് 1 മണി ആകുന്നതിന് മുമ്പേ ഞങ്ങൾ കഴിക്കാനായിട്ട് വന്നിരുന്നു. പക്ഷെ എന്ത് ചെയ്യാം, അവിടെയാണെങ്കിൽ മട്ടൻ മന്തി ഇല്ലായിരുന്നു. പിന്നെ അവന് മട്ടൻ മാത്രം മതി എന്ന് പറഞ്ഞ് ഒറ്റക്കാലിൽ നിന്നതുകൊണ്ട് മട്ടൻ ബിരിയാണി വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു കേട്ടോ. പിന്നെ ഫുഡിങ് എല്ലാം കഴിഞ്ഞ് എവിടെയെങ്കിലും കറങ്ങാൻ പോകാന്ന് വെച്ചപ്പോൾ നല്ല വെയിലായതുകൊണ്ട് ആർക്കും എവിടെയും പോകണ്ടായിരുന്നു. അവസാനം ഞങ്ങൾ ഒരു മൂവി കാണാനായിട്ട് കയറി. പൊന്മാനായിരുന്നു കാണാൻ കയറിയത്. 2 ദിവസം കറങ്ങാൻ വന്നേലേ, ഇനി എവിടെയെങ്കിലൊക്കെ കറങ്ങാൻ പോകാമെന്ന് വിചാരിച്ചിട്ട് മൂവി കഴിഞ്ഞ് ഞങ്ങൾ നേരെ ലുലു പോയിട്ടോ. ട്രിവാൻഡ്രത്ത് എത്തിക്കഴിഞ്ഞാൽ ലുലു മിസ്സാക്കുന്ന എങ്ങനെയാണ്. ഇച്ചിക്ക് ബൗളിംഗ് ചെയ്യണമെന്നൊക്കെ ഇടയ്ക്ക് പറഞ്ഞിട്ട് ഒരു പ്രാവശ്യം ഞങ്ങൾ ലുലു പോയി. പക്ഷേ എനിക്കറിയാത്തതുകൊണ്ട് ഇച്ച ഒറ്റയ്ക്ക് കളിക്കേണ്ടി വന്നു. അപ്പോൾ ഇപ്പോൾ കെവിൻ വന്നപ്പം കൂട്ടാളി ഉണ്ടല്ലോ എന്ന് വിചാരിച്ച് കളിക്കാൻ വേണ്ടി കയറി. അപ്പോൾ എനിക്കും കളിക്കണമെന്ന് തോന്നി. അങ്ങനെ ഞങ്ങൾ 3 പേരുടെ ബൗളിംഗ് ചെയ്യാനായിട്ട് കയറി. അതെറിയാൻ പറ്റിയാ കൊള്ളാം. ഞാനൊന്ന് മാറിക്കട്ടെ. എന്താ പൊന്നു, ഇങ്ങനെ ഇങ്ങനെ അങ്ങോട്ട് ഇങ്ങനെ വേറെ എടുക്കും. ഇപ്പൊ തെളിക്ക. പോയി ചെറിച്ച് വാ. അതെ, അങ്ങനെ കളിയൊക്കെ കളിച്ചിട്ട് തലയിൽ കൂടെ മുണ്ടിട്ടിട്ട് പോകേണ്ട അവസ്ഥയായിരുന്നു കേട്ടോ എനിക്ക്. എന്തായാലും കുറച്ച് നേരം കളിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ആ ഒരു നാക്ക് മനസ്സിലായതുകൊണ്ട് എന്തായാലും കുറച്ച് പോയിന്റ്സ് ഒക്കെ എനിക്കും കിട്ടി കേട്ടോ. തുടക്കത്തിൽ ജയിച്ചുകൊണ്ടിരുന്നതിൻ്റെ അഹങ്കാരം കേട്ടോ ഇവൻ്റെ ഈ കാണുന്നത്. ബൗളിംഗ് കഴിഞ്ഞിട്ട് ഹീസുകൂട്ടിനെ കളിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കിഡ്സിൻ്റെ പ്ലേ ഏരിയയിലോട്ട് പോയി കേട്ടോ. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഹീസുവിന് പകരം കെവിനും ഇച്ചയൊക്കെ ആയിരുന്നു കേട്ടോ കളിച്ചുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞിട്ട് അവർ രണ്ടുപേരും റോളർ കോസ്റ്ററിലൊക്കെ കയറി കേട്ടോ. നമുക്ക് പിന്നെ പണ്ടേ തലകർക്കം ഉള്ളതുകൊണ്ട് ഞാൻ ആ വഴിക്ക് പോയതേ ഇല്ല. എന്നാൽ അത് കറങ്ങി വന്നു കഴിഞ്ഞിട്ട് ഇച്ചയ്ക്ക് വേറൊരു പണിയാട്ടോ കിട്ടിയേ. ഏസുകൂട്ടൻ്റെ കൂട്ടത്തിൽ കുതിരയുടെ കൂട്ടത്തിൽ കയറി. ശരിക്കും പറഞ്ഞാൽ ഈ പ്ലേ ഏരിയയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് സമയം പോകുന്നതേ അറിയത്തില്ല കേട്ടോ. ഞങ്ങളാണെങ്കിൽ ഇവിടുന്ന് ഇറങ്ങിയപ്പോൾ ഏകദേശം 9:30 ആയി. വീട്ടിലെത്തി ഡിന്നർ കഴിഞ്ഞ് ഉറങ്ങിയപ്പോൾ തന്നെ ലേറ്റായി. പിന്നെ അടുത്ത ദിവസം രാവിലെ തന്നെ ഇറങ്ങിയിട്ട് ഞങ്ങൾ ലഞ്ചിന് വേണ്ടിയിട്ട് മട്ടൻ മന്തി തപ്പി വീണ്ടും ഇറങ്ങി കേട്ടോ. എന്തായാലും മെനക്കെട്ട് ഇറങ്ങിയതല്ലേ, മട്ടനൊക്കെ വാങ്ങി തരാമെന്ന് പറഞ്ഞിട്ട് അവനെ കൊണ്ട് ഞങ്ങൾ 2 ഡാൻസ് വീഡിയോ ഒക്കെ എടുത്തു. പക്ഷേ ഇന്നൊന്നും നടന്നില്ല കേട്ടോ. മട്ടൻ മന്തി ഞങ്ങൾക്ക് കിട്ടിയില്ല. പക്ഷെ മട്ടൻ കിട്ടാത്തതിൻ്റെ വിഷമം നല്ല അടിപൊളി ബീഫ് ഷവർമ ഗ്രില്ലിൽ നിന്ന് കഴിച്ചപ്പം ആ സങ്കടം അങ്ങ് മാറി. അവനെ തിരിച്ചു പോകാനായിട്ടുള്ള ബസ് വൈകുന്നേരമായിരുന്നു. എന്നാൽ പിന്നെ ഇനി കനകക്കുന്ന് കൊട്ടാരത്തിൽ പോയി ഒന്ന് കറങ്ങിയേക്കാലോ എന്ന് വിചാരിച്ചു. ഞങ്ങൾ ചെന്നപ്പോൾ അവിടെ കഥകളി നടക്കുക. ഇതുവരെ കഥകളി കാണാത്തത് കൊണ്ട് എന്നാൽ പിന്നെ അവിടെ കുറച്ചു നേരം ഇരിക്കാലോ എന്ന് വിചാരിച്ചു. ഇച്ച അവൻ ചതിക്കും, അവൻ എന്നിട്ട് പോകത്തില്ല. സക്സസ്. ഹേസു ഇങ്ങ വാ, നീ അടുത്ത നീ എടാ. വാടാ. ഒന്നും വേണ്ട, അങ്ങനെ അവരുടെ രണ്ടുപേരുടെയും കുഞ്ഞുകളെയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ കഥകളി കാണാനായിട്ട് കയറിയേ. കനകക്കുന്ന് കൊട്ടാരത്തിനകത്ത് വെച്ചിട്ടായിരുന്നു കേട്ടോ ഈ പ്രോഗ്രാം നടക്കുന്നത്. ഞാൻ ഫസ്റ്റ് ടൈം ആയിരുന്നു കനകക്കുന്ന് കൊട്ടാരത്തിൽ കയറുന്നത്. ഞങ്ങൾക്ക് ആകെപ്പാടെ 1/2 മണിക്കൂറേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ സമയം ഇവിടെ സ്പെൻഡ് ചെയ്യാനായിട്ട്. പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നേ. കഥകളി ഇതുവരെ കാണാത്തത് കൊണ്ട് അത് കാണാനായിട്ടുള്ള എക്സൈറ്റ്മെന്റിലായിരുന്നു ചെന്നിരുന്നത്. പക്ഷെ എന്ത് ചെയ്യാനായിരുന്നു, ഈ നമുക്ക് കഥകളിയുടെ സെറ്റപ്പ് ഒന്നും അറിയത്തില്ലല്ലോ. ഇവർ കഥകളി തുടങ്ങുന്നതിന് മുമ്പ് എന്തൊക്കെയോ ശ്ലോകവും പാട്ടും ഒക്കെ ഉണ്ടായിരുന്നു. ഏകദേശം 1/2 മണിക്കൂറോളം അത് തന്നെ ഉണ്ടായിരുന്നു. സ്റ്റേജിൽ പെർഫോം ചെയ്യാനായിട്ട് കഥകളി ചെയ്യുന്ന ആൾക്കാർ വന്നപ്പോൾ തന്നെ ഞങ്ങൾക്ക് ഇറങ്ങി പോകേണ്ട സമയമായി.
അങ്ങനെ പിന്നെ ഞങ്ങൾ തിരിച്ച് അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ ഒരു മെമ്മറീസ് അല്ലേ. പിന്നെ കുറേ നാൾ കഴിയുമ്പോൾ ഈ ഒരു വീഡിയോസൊക്കെ എടുത്ത് വെച്ച് കാണുമ്പോൾ നമുക്കൊരു സന്തോഷം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ശരി, ബൈ.